നമസ്കാരം, എല്ലാവർക്കും തനിനിറത്തിലേക്ക് സ്വാഗതം. വർഷങ്ങൾക്ക് ശേഷം നമ്മുടെ വിനീത് ശ്രീനിവാസൻ ഡയറക്റ്റ് ചെയ്ത് ധ്യാൻ ശ്രീനിവാസൻ പ്രണവ് മോഹൻലാൽ കൂട്ടുകെട്ടിൽ പിറന്ന ഒരു അടിപൊളി ചിത്രമാണ്. അപ്പോൾ എനിക്ക് ഇതിൽ ഫസ്റ്റ് ഹാഫ് ഏറ്റവും ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞാൽ നമ്മുടെ വിനീതിൻ്റെ ഒരു മാജിക് ഉണ്ട്. നമ്മൾ പുറമേ ഭയങ്കര ക്രിഞ്ച് ക്ലീശ എന്നൊക്കെ പറയുന്ന സംഭവങ്ങൾ വിനീത് ശ്രീനിവാസൻ്റെ ഓരോ സീൻ ബൈ സീനായിട്ട് എവിടെ കൊണ്ട് പ്ലേസ് ചെയ്യണം, എവിടെ വെക്കണം എന്നൊക്കെ നല്ല വ്യക്തമായ ധാരണയുണ്ട്. അതായത് നമ്മുടെ പ്രേക്ഷകരുടെ പൾസ് അറിയാവുന്നൊരു ഡയറക്ടർ എന്ന് നമുക്ക് തെറ്റാതെ വിളിക്കാൻ പറ്റുന്നൊരു ഡയറക്ടറാണ് വിനീത് ശ്രീനിവാസൻ. അപ്പോൾ അങ്ങനെയുള്ള സീൻസൊക്കെ കൊണ്ട് ഒരു മാജിക് കൊണ്ട് ആറാടിയിരിക്കുകയാണ് നമ്മുടെ ആ ഒരു ഫസ്റ്റ് ഹാഫ്. പല സീൻസിലും നമുക്ക് ആ ഫ്രണ്ട്ഷിപ്പിൻ്റെ ഡെപ്തും സെൻറ്റിമെൻറ്റ്സും ഒക്കെ ഭയങ്കരമായിട്ട് ഇവോക്ക് ചെയ്തതായിരുന്നു ഫസ്റ്റ് ഹാഫ്. അപ്പോൾ ഇതിൻ്റെ സെക്കൻഡ് ഹാഫ് എന്ന് പറയുന്നത് തികച്ചും വ്യത്യസ്തമായിട്ട് കംപ്ലീറ്റ് അങ്ങ് കോമഡി ആക്കി കളയുക. ഇതിൻ്റെ സെക്കൻഡ് ഹാഫ് കംപ്ലീറ്റ് ആയിട്ട് തൂക്കിക്കൊണ്ട് പോയി എന്ന് പറയുന്നത് നമ്മുടെ നിവിൻ പോളിയാണ്. നിവിൻ പോളി എന്തൊക്കെ സഫർ ചെയ്തിട്ടുണ്ടോ, എന്തൊക്കെ നെപ്പോട്ടിസം കാരണം പുള്ളി അനുഭവിച്ചിട്ടുണ്ടോ, അല്ലെങ്കിൽ നമ്മൾ തന്നെ പലപ്പോഴും പുള്ളിയെ വണ്ണത്തിൻ്റെ പേരിൽ ജഡ്ജ് ചെയ്തതിൻ്റെ എതിരെയൊക്കെയുള്ള ഒരു എന്താ പറയുക, മുഖത്ത് നോക്കിയുള്ള ഒരു തിരിച്ചടി പല ഡയലോഗ്സ് പറയുമ്പോഴും എനിക്ക് തന്നെ പേഴ്സണലി കൊണ്ടു. ദൈവം ഇത് എന്നോട് പറയുന്നതാണോ അങ്ങനെ. പക്ഷെ അത് കോമഡി ടൈമിംഗ് എന്ന് പറയുന്നത് പക്കയാണ്. എനിക്ക് തോന്നുന്നില്ല പുള്ളി ഡയലോഗ് പറയുന്നതിനിടയിൽ പല ഡയലോഗ്സും കേൾക്കാനായിട്ട് പറ്റുന്നില്ല. അത്രയും പുള്ളി പറയുന്ന ആ ഒരു മോഡുലേഷനും ടൈമിങ്ങും ആ ഒരു കോമഡി സംഭവം പുള്ളി അല്ലാതെ വേറെ ആരാ ക്യാരക്ടർ ചെയ്താലും ഇത്രയും തിയേറ്റർ ചിരിച്ച് ചാവുന്ന എന്ന് പറഞ്ഞാൽ എന്താ പറയുക, റൂമിൻ്റെ ചുവരുകൾ വരെ എണീച്ചിരുന്ന് ചിരിക്കുമായിരുന്നു തിയേറ്ററിൻ്റെ. അങ്ങനത്തെ രീതിയിലുള്ള ഔട്ട്സ്റ്റാൻഡിങ് പെർഫോമൻസ് ആണ് നിവിൻ്റെ ഒരു കംബാക്ക് തന്നെയാണിത്. എനിക്കിതിൽ തോന്നിയ മറ്റൊരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് നമ്മുടെ പ്രണവ് മോഹൻലാലിൻ്റെയും ലാലേട്ടൻ്റെയും ഒരു റിസംബ്ലൻസ് ആണ്. പല സീനിലും അത് വളരെയധികം കൺവിൻസിങ് ആയിട്ട്, നമുക്ക് കൺവിൻസിങ് ഒന്നും അല്ല, എന്താ പറയുക, സ്ക്രീനിൽ കാണുമ്പോൾ പ്രണവ് മോഹൻലാലിൻ്റെ ചില നോട്ടം, മീശ വിരിക്കുന്ന സീന്, ചിരി, ഇതൊക്കെ നമുക്ക് പക്ക പഴയ ലാലേട്ടനെ ഇത് ഇങ്ങനെ സ്ക്രീനിൽ നമുക്ക് കാണാമായിരുന്നു. അത്രയ്ക്കും എനിക്ക് ആ ഒരു റിസംബ്ലൻസ് ഭയങ്കര, ഇതുവരെ പുള്ളിയും ലാലേട്ടനും തമ്മിൽ റിസംബ്ലൻസ് ഉള്ളതായിട്ട് തോന്നിയിട്ടില്ല. പക്ഷേ ഇത് പക്ക. പിന്നെ ഈ സിനിമയുടെ മറ്റൊരു ഹൈലൈറ്റ് അല്ലെങ്കിൽ വിനീത് ശ്രീനിവാസൻ്റെ ബ്രില്യൻസ് എന്ന് പറയുന്നത് നമ്മുടെയൊക്കെ ഉള്ളിൽ ഒരു നൊസ്റ്റാൾജിയ ഉണ്ടല്ലേ, നമ്മുടെ ലാലേട്ടൻ ശ്രീനിവാസൻ ആ ഒരു കോംബോ നമുക്ക് നമ്മുടെ ഉറക്കത്തിൽ വരെ അവരുടെ പല ഡയലോഗ്സ് നമുക്കിങ്ങനെ മിന്നി മറിയും. അപ്പോൾ പ്രണവ് മോഹൻലാലിൻ്റെയും അതുപോലെ ധ്യാനിൻ്റെയും ചില സീക്വൻസുകളൊക്കെ ആ ലാലേട്ടൻ ശ്രീനിവാസൻ കൂട്ടുകെട്ടിൻ്റെ റിസംബ്ലൻസ് ആയിട്ട് എടുത്തു വെച്ചിട്ടുണ്ട്. നമുക്കത് കാണുമ്പോൾ നമ്മുടെ ആ തിയേറ്റർ ഫുള്ള് നൊസ്റ്റാൾജിയ പറഞ്ഞ അടിപൊളി കയ്യടിയായിരുന്നു. ഹീ നോസ് വാട്ട് ടു ക്രിയേറ്റ്, ഹൗ ടു ക്രിയേറ്റ്. ഹീസ് സച്ച് എന്താ പറയുക, ഒരു അടിപൊളി എൻ്റർടൈൻമെൻറ്റ് നമുക്ക് തന്നിട്ടുണ്ട്. അതുപോലെ അത്രയും മാജിക്കലായിട്ടൊരു മൂവി. നമ്മൾ ആ ഒരു തിയേറ്ററിൽ സ്പെൻഡ് ചെയ്യുന്ന സമയം മൊത്തം നമുക്ക് ഫ്രണ്ട്ഷിപ്പിൻ്റെ മാജിക് എന്താണ്, ഇതൊക്കെ നമ്മൾ ഇവോക്ക് ചെയ്യാനും ഒരുപാട് സെൻറ്റിമെൻറ്റ്സ് ഇവോക്ക് ചെയ്യാനും ഡയറക്ടറിന് ബ്രില്യൻ്റ് ആയിട്ട് പറ്റി. സോ എല്ലാവരും ഒരു മസ്റ്റ് വാച്ച് പടമാണ്, പോയി കാണണം വർഷങ്ങൾക്ക് ശേഷം.